Welcome to KS Mentor Online Mains Discussion for Science and Technology. നമ്മൾ ഓൾറെഡി മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം ഫോളോ ചെയ്യുന്നത്. മെയിൻസിൻ്റെ മോക്ക് ടെസ്റ്റിൽ ആദ്യം നമുക്ക് സിലബസ് നോക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിലബസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത്, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് ഇന്റഗ്രേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ, their activities, contribution of prominent Indian scientists. ഇതിൽ എല്ലാ സെക്ഷൻസും നമുക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് എടുക്കുക നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മളൊരു 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ, ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ഒരു 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പരമാവധി എല്ലാ ഫീൽഡും കവർ ചെയ്യുന്ന രീതിയിൽ ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീൽഡുകളിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വരും കാര്യങ്ങൾ നമ്മൾ ഇതും ഈ പറഞ്ഞ സിലബസുകൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തു വരും. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? അപ്പോൾ ഇത് പല നാഷണൽ റിപ്പോർട്ടുകളിലും കാര്യങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെന്താണെന്നാണ് ചോദ്യം. ഡയറക്റ്റ് ആ വേർഡ്സിൽ നിന്ന് തന്നെ നമുക്ക് പിക്ക് ചെയ്ത് എഴുതാൻ പറ്റും. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ജീവിക്കുന്ന ജീവിത രീതികൾ കൊണ്ടുണ്ടാവുന്ന ഡിസീസുകളെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. അതിന് കൂടുതലായിട്ടുള്ള ഡെഫിനേഷൻസ് ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? എക്സാമ്പിൾസ് നല്ല രീതിയിൽ കൊടുക്കണം. ഇപ്പോൾ ഹാർട്ട് ഡിസീസുകളുണ്ട്, സ്ട്രോക്ക്, ഒബേസിറ്റി, അല്ലെങ്കിൽ എന്താണ് സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ് അബ്യൂസ് കാരണം ഉണ്ടാകുന്ന ഡിസീസ്. അപ്പോൾ ഈ പറഞ്ഞ ഡിസീസ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പറയുമ്പോഴാണ് അതിന് കൂടുതലായിട്ട് അതിൻ്റെ ക്ലാരിറ്റി കൊണ്ടുവരുന്നത്. ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് ജസ്റ്റ് ലൈഫ് കാരണം ഉണ്ടാവണതാന്ന് പറഞ്ഞാൽ പോരാ, അതിന് 1-2 എക്സാമ്പിൾസ് വെച്ചിട്ട് അതിന് ക്ലാരിറ്റി കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻസർ ജനറലി ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്തുകൂടി അഡീഷണൽ ആയിട്ട് പറയാം, റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ഈ പറഞ്ഞ ഒബേസിറ്റി അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെയുള്ള രോഗങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഡയറക്റ്റ് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് എക്സാമ്പിൾസ് കൊണ്ടുവന്ന് അത് ഓവർകം ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടി പറഞ്ഞു. അപ്പോഴാണ് ഒരു ആൻസർ ആക്ച്വലി എന്താണെന്ന് ഒരു കംപ്ലീറ്റ് ആവുന്നത്. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാത്രമാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ റീസൺ, അതിൻ്റെ എക്സാമ്പിൾസ്, അതെങ്ങനെ ഓവർകം ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നമ്മളിനി നെക്സ്റ്റ് ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ നോട്ട് ഓൺ GHI 2019. അപ്പോൾ GHI 2019 എന്ന് പറയുമ്പോൾ GHI എന്താണെന്ന് അറിയണം. എന്താണ്? ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ആണ്. അപ്പോൾ നോർമലി നമ്മളൊരു നോട്ട് ഒരു ഇൻഡെക്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു റിപ്പോർട്ടിനെ പറ്റിയിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അത് ആര് പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. അത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന കൺസേൺഡ് വേൾഡ് വൈഡും അതുപോലെ തന്നെ വെൽത്തുങ്കർ ലൈഫ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയിട്ടാണ്. അപ്പോൾ ഇവർ രണ്ടാളും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഇൻഡെക്സിൽ എന്താണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള രാജ്യങ്ങളെ കംപ്ലീറ്റ് എടുത്തിട്ടാണ് അവർ ഹങ്കർ എങ്ങനെയാണ് ഗ്ലോബലി, റീജിയനലി, അതുപോലെ കൺട്രി ലെവൽസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അവർ ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഉദ്ദേശ ലക്ഷ്യം പറഞ്ഞു. അതിനുശേഷം പിന്നീട് പറയേണ്ട ആരുടെ കാര്യമാണ്? തീർച്ചയായിട്ടും ഇന്ത്യ ആ റാങ്കിങ്ങിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ഇന്ത്യയുടെ അവസ്ഥ? ഇന്ത്യയുടെ 2019 റാങ്കിങ് എന്ന് പറയുന്നത് 102 ആണ്. പ്രീവിയസ് ഇയറിനെ വെച്ച് നോക്കുമ്പോൾ അത് നല്ല റാങ്കിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതിലെന്താണ് രാജ്യങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എടുത്ത് പറയാം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പഴയ റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കമ്പാരിസൺ നടത്താവുന്നതാണ്. ഇപ്പം ഇതിൽ ഞാൻ കൊടുത്തേക്കുന്നത് 2010-ലാണ്. 2010 ഇന്ത്യ 95th പൊസിഷനായിരുന്നു. പക്ഷേ 2019, അതായത് ഒരു ഡെക്കേഡ് ആകുമ്പോഴേക്കും എന്താണ് ഇന്ത്യ പുറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോങ് ടൈം ഡ്യൂറേഷനിൽ എന്താണ് ഇന്ത്യയുടെ റാങ്ക് പിന്നീടും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ ആ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ ഡെഫിക്കേഷൻ്റെ കാര്യം പറയുന്നത്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ ഹങ്കറിനെയും കാര്യങ്ങളും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് പോയിന്റും കൂടി നമുക്ക് ആ ആൻസറിൽ കൊണ്ടുവരാം. ഇത് കൂടാതെ നമ്മൾ പറയേണ്ട ഒരു കാര്യം കൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്തിനൊക്കെ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻഅഡിക്വേറ്റ് ഫുഡ് സപ്ലൈ, അതുപോലെ തന്നെ ചൈൽഡ് മോർട്ടാലിറ്റി, ചൈൽഡ് അണ്ടർ ന്യൂട്രീഷൻ. ഈ പറഞ്ഞ അണ്ടർ ന്യൂട്രീഷൻ്റെ അകത്താണ് വേസ്റ്റിങ്ങും സ്റ്റണ്ടിങ്ങും വരുന്നത്. അപ്പോൾ 3 കോർ ടോപ്പിക്സും ആ കോർ ടോപ്പിക്സിന് 1/3 വെയിറ്റേജും ഈ പറഞ്ഞ ചൈൽഡ് അണ്ടർ ന്യൂട്രീഷൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ എന്ത് വരുന്നുണ്ട്? 2 വരുന്നുണ്ട്, വേസ്റ്റിങ്ങും സ്റ്റണ്ടിങ്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിങ്ങനെ ഒരു പൈ ചാർട്ട് മാതിരിയോ ഗ്രാഫ് മാതിരിയോ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്താണ്, അതിൻ്റെ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്, അത് ആര് പബ്ലിഷ് ചെയ്യുന്നു, അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ അതിൻ്റെ അകത്ത് വാല്യൂ ചെയ്യുന്നത്
ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യനെ പറ്റിയിട്ട് എത്രത്തോളം എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അതിപ്പോ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് തന്നെ ചോദിക്കണം എന്നില്ല, വേറെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഡെക്സുകൾ അല്ലെങ്കിൽ വാല്യൂസ് നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പോൾ പ്രൊമിനന്റ് ആയിട്ട് കറന്റ് ആയിട്ട് റിലേറ്റ് ആയി ചെയ്തിട്ടുള്ള ഇൻഡെക്സുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അപ്പൊ ഇതാണ് ഒരു 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്കൊരു 50 to 60 വേർഡ്സിന്റെ അകത്ത് ഒതുക്കാം. ഈ പറഞ്ഞ ഓരോ പോയിന്റ്സ് നമ്മളൊരു 10 വേർഡ്സ് അല്ലെങ്കിൽ 12 വേർഡ്സ് ഉള്ള ഒരു സെന്റൻസുകളിൽ ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്താണ് നമുക്കൊരു 60 വേർഡ്സിന് ചെറിയ വേരിയേഷൻസ് വന്നാലും കുഴപ്പമില്ല. അപ്പൊ ഈ പറഞ്ഞ മാൽന്യൂട്രീഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് വേർഡ് ലിമിറ്റിൽ നിന്നും പുറത്താക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പൈ ചാർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കറക്റ്റ് ടൈമിൽ വേർഡ് ലിമിറ്റിന്റെ അകത്ത് തീർക്കും ചെയ്യാൻ പറ്റും. നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടത് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് സ്റ്റൈൽസിൽ നിങ്ങൾ ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കുക എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഒരു 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഏതാണ്? കേരള ഈസ് ദ ബെസ്റ്റ് പെർഫോമർ ഇൻ ഹെൽത്ത് ബൈ നീതി ആയോഗ് റിപ്പോർട്ട് ഡിസ്കസ്. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ ഏത് റിപ്പോർട്ടാണ്? ഹെൽത്തിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ട്, ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടിൽ കേരളയാണ് ബെസ്റ്റ് പെർഫോമർ, അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ചോദ്യം വരുമ്പോൾ ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്ത് ചെയ്യാം, ആ റിപ്പോർട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആരാണ് ഇറക്കുന്നത് എന്നുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. പിന്നീട് അതിൻ്റെ അകത്ത് എത്രത്തോളം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ജനറൽ ഐഡിയ കൊണ്ടുവരാം. അപ്പൊ ഈ ഒരു ഭാഗം കൊണ്ട് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ബോഡിയുടെ ഒരു ആദ്യത്തെ പാർട്ടാവും. പിന്നീട് കേരള ഈ പറഞ്ഞ ബെസ്റ്റ് പെർഫോമർ ആവാനുള്ള റീസൺസ് സ്പെസിഫൈ ചെയ്യാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആ ഒരു റീസൺസ് നമുക്ക് എന്ത് മനസ്സിലാവും, കേരളം എന്തുകൊണ്ടാണ് ബെസ്റ്റ് പെർഫോമർ ആയിട്ട് മാറിയത്. പക്ഷെ ഈ പറഞ്ഞ കേരളത്തിന് തന്നെ എല്ലാ ഓവറോൾ പെർഫോമൻസ് ഹൈ ആണെങ്കിൽ പോലും ബാക്കിയുള്ള ഈ പറഞ്ഞ എല്ലാ ഇൻഡിക്കേറ്റേഴ്സിലും കേരളത്തിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ വിലയിരുത്തേണ്ടി വരും. 24 എണ്ണത്തിനെ പറ്റി പറയാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി എടുത്തു പറയാം, അവിടെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാം എന്നുള്ളൊരു ഔട്ട്ലുക്ക് കൂടി കൊണ്ടുവരാം. പിന്നെ ഈ ഓവറോൾ ആയിട്ട് നമുക്ക് എന്താ പറയുക, ഈ പറഞ്ഞ റിപ്പോർട്ടിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതുകൂടി പറയാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് എന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ആൻസർ എഴുതി വരുമ്പോൾ എന്താണ്, ഇതാരാണ് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അല്ലെങ്കിൽ നീതി ആയോഗാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഹെൽത്ത് ഇൻഡെക്സ് ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്ന് അതിന്റെ റിപ്പോർട്ട് കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുന്നു. അപ്പൊ അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, ടു ബ്രിങ് അബൌട്ട് ട്രാൻസ്ഫോർമേഷണൽ ചേഞ്ച് കൊണ്ടുവരിക. എന്തിനാണ്? അച്ചീവ് ഡിസൈറബിൾ ആയിട്ടുള്ള ഹെൽത്ത് ഔട്ട്കമ്മുകൾ, അതായത് നല്ലൊരു ഹെൽത്ത് കാര്യങ്ങൾ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു കോമ്പറ്റീറ്റീവ് ഫെഡറലിസത്തിന്റെ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെയും ഭാഗമായിട്ട് അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്താണ്, ഈ പറഞ്ഞ റിപ്പോർട്ടുകളിലെ കാര്യങ്ങൾ നല്ലൊരു സ്റ്റേറ്റ് ആയി മാറാൻ വേണ്ടിയിട്ട് അവരുടെ അവിടെ അതിൻ്റെതായ ചേഞ്ചസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബെസ്റ്റ് പ്രാക്ടീസസ് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാനും പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഈ പറഞ്ഞ റിപ്പോർട്ടുകൾ, നീതി ആയോഗിന്റെ ഒരുവിധം എല്ലാ റിപ്പോർട്ടുകളിലൂടെയും അവർ ഉദ്ദേശിക്കുന്നതും ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി ഇൻഡെക്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഡെക്സിൽ 24 ഇൻഡിക്കേറ്റേഴ്സ് ആണുള്ളത്. അത് മെയിൻ ഡൊമൈനുകളായിട്ട് ഹെൽത്ത് ഔട്ട്കം, ഗവർണൻസ്, ഇൻഫോർമേഷൻ ആൻഡ് കീ ഇൻപുട്ട് പ്രോസസ്, ഇത്രയും പറയുന്ന മെയിൻ ഡൊമൈനുകളായിട്ട് അതിന്റെ അണ്ടറിൽ എന്താണ് 24 ഇൻഡിക്കേറ്റേഴ്സ് മൊത്തം വരുന്നുണ്ട്. അതിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ ബേസിക് എന്ന് പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ ഹെൽത്ത് ഔട്ട്കംസ്, ഗവർണൻസ്, ഇൻഫോർമേഷൻ, കീ ഇൻപുട്ട് പ്രോസസ്, ഇത്രയും കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിലേക്ക് എല്ലാത്തിലേക്കും നമുക്ക് ഈ പറഞ്ഞ വേർഡ് ലിമിറ്റിന്റെ അകത്ത് പോവുക അസാധ്യമായ കാരണം അത്രയും പറഞ്ഞു നിർത്താം. പിന്നെ ഇത് എങ്ങനെയാണ് കമ്പാരിസൺ നടത്തുന്നത്, ലാർജർ സ്റ്റേറ്റ്, സ്മോളർ സ്റ്റേറ്റ്, യൂണിയൻ ടെറിട്ടറി, അങ്ങനെ ഒരു 3 സെക്ഷൻസ് ആയിട്ടാണ്. അതായത് ഒരു ലാർജർ സ്റ്റേറ്റിന്റെ ഒപ്പം യൂണിയൻ ടെറിട്ടറിനെ കമ്പയർ ചെയ്യണത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരെ 3 ഹെഡുകളാക്കിയിട്ട് തിരിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, റിസൾട്ടുകൾ കാര്യങ്ങൾ വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ആനുവൽ ഇൻക്രിമെന്റൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് കൂടി നോക്കുന്നുണ്ട്. അതായത് പ്രീവിയസ് ആയിട്ട് അവരൊരു ബേസ് ഇയർ സെറ്റ് ചെയ്യും, അതിൽ നിന്നും എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ്. ഓൾറെഡി നോക്കുമ്പോൾ ഇവിടെ ഒരു നല്ല ഫെസിലിറ്റി ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രമായില്ല, ഓരോ വർഷം അത് എന്ത് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റീവ് ഇൻഡിക്കേറ്റേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നല്ലൊരു പെർഫോമൻസ് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. ഇനി കേരളത്തിന്റെ കാര്യത്തിലേക്ക് നമ്മൾ സ്പെസിഫിക് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ കേരളത്തിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓവറോൾ പെർഫോമൻസിന് നമ്മൾ ടോപ്പിലാണ്. പക്ഷേ ഇൻക്രിമെന്റൽ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ പ്രോഗ്രസ്സിൽ കേരളം കിടക്കുന്നത് അവസാനത്തേക്കാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അത് പറയാൻ കാരണം മറ്റൊന്നല്ല, ഓൾറെഡി കേരളം അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ എത്തിയ കാരണം പിന്നീട് അവിടെ നിന്ന് ഗ്രോ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായ കാരണമാണ്. ഓക്കെ, അപ്പൊ അതുകൂടി നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ടതാണ്. ഇനി കേരളം എവിടേക്കാണ് ടോപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നോക്കണം. നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ NMR,
അതുപോലെ തന്നെ അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ്. ഈ പറയുന്നതിൻ്റെയൊക്കെ നാഷണൽ ടാർഗറ്റുകൾ ഉണ്ട്. അത് തന്നെ ഓൾറെഡി എന്ത് ചെയ്യണം, കേരളം മാത്രമല്ല തമിഴ്നാട് അങ്ങനെയുള്ള സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അച്ചീവ് ചെയ്തിട്ടുള്ള ടാർഗറ്റുകളാണ്. അപ്പോൾ നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ്, അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ്, അതുപോലെ തന്നെ എന്താണ് റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി, അതായത് TFR 2.1. TFR എന്ന് പറയുന്നത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ആണ്. അപ്പോൾ ആ പറയുന്ന റേറ്റ് എന്താണ്, 2.1 താഴെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡിയൽ ടാർഗറ്റ് എന്നാണ്. അപ്പോൾ കേരളം അത് ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ പറഞ്ഞ റിസൾട്ടിൽ നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കേരള, തമിഴ്നാട് അങ്ങനെയുള്ള സ്റ്റേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നാഷണൽ ഹെൽത്ത് പോളിസി 2017 പ്രകാരമുള്ള അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അത് 1000-200 ഡെത്ത് എന്നുള്ള ആ ഒരു റേറ്റ് ആണ്, അതിൽ താഴെ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഓവറോൾ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമ്മ്യൂണൈസേഷൻ കവറേജ് എന്ന് പറയുന്നത് കുറവാണ്. പക്ഷേ ഗുജറാത്ത്, കേരളം അങ്ങനെയുള്ള ലാർജ് സ്റ്റേറ്റ്സിൽ എന്തുണ്ട്, 90% കവറേജ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എവിടെയെങ്കിലും പോളിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ദ്രധനുഷ് 2.0 അങ്ങനെയുള്ള മിഷൻസ് കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ടാണ് ആ പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ്, പബ്ലിക്കായിട്ടും പ്രൈവറ്റ് ആയിട്ടും ഒരുപാട് ഹോസ്പിറ്റൽസ് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പി 6901 രൂപയാണ് ഒരു ആവറേജ് മലയാളം അല്ലെങ്കിൽ കേരളത്തിൽ എന്ത് വരുന്നത്, ചെലവ് വരുന്നത്. അത് പക്ഷേ എന്താണ് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി ആ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസേഴ്സിന്റെ പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത് കേരളത്തിലാണ്, 6% ആണ്. അതായത് ഒട്ടുമിക്ക വേക്കൻസീസും എന്താണ് ഫിൽഡ് ആണ് എന്നുള്ളത് കൂടി ഈ പറഞ്ഞ നമുക്ക് ഈ നല്ലൊരു പെർഫോമർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ കേരളത്തിൽ പേയ്മെന്റ്, ഇപ്പൊ നമ്മൾ ബ്രോഡർ കാറ്റഗറീസിൽ നോക്കിയപ്പോൾ ഇൻഫോർമേഷൻ, അതുപോലെ തന്നെ കീ ഇൻപുട്ട് പ്രോസസ് എന്ന് പറയുന്ന ഭാഗമൊക്കെ വന്നു. അപ്പൊ നമ്മൾ ഇതിലത്തെ പേയ്മെന്റ് കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ എങ്ങനെയാണ്, പേയ്മെന്റുകളായിട്ടാണ് 100% തന്നെയാണെന്നാണ് ആ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാത്ത കേസുകൾ ഏതൊക്കെയാണ് അതിൽ പറഞ്ഞത്, ഈ പറഞ്ഞ രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസിൽ റേറ്റ് കുറയ്ക്കണം എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയാൻ ജസ്റ്റ് എന്താണ് ഈ പറഞ്ഞ ഏരിയാസിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ് പ്രോഗ്രസീവ് ആയിട്ട് അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് കേരളത്തിന് കുറവാണ് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത് കൂടാതെ ഇനി നമ്മൾ എന്ത് പറയണം, പൊതുവെ ഈ പറഞ്ഞ റിപ്പോർട്ടിനുള്ള പോരായ്മകൾ എന്നുള്ള രീതിയിൽ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ അവരുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ്. അതായത് ഇൻഫെക്ഷ്യസ് ഡിസീസ് അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, മെന്റൽ ഹെൽത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എന്താണ് കൃത്യമായിട്ടുള്ള ഡാറ്റാസ് അവർക്ക് ഇപ്പോഴും എല്ലാ സ്റ്റേറ്റിൽ നിന്നും കിട്ടുന്നില്ല. അപ്പൊ എല്ലാ സ്റ്റേറ്റിൽ നിന്നും കിട്ടാത്ത പക്ഷെ എന്താണ് അവർക്ക് ആ ഒരു വ്യത്യാസം മൊത്തം റിപ്പോർട്ടിൽ കാണുന്നുണ്ട് എന്നുള്ളത് കൂടി അവരതിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയാസ് കൂടി എല്ലാ സ്റ്റേറ്റ്സും അതുപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് ഒരു ആനുവൽ റിപ്പോർട്ടുകൾ കാര്യങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ വാല്യൂ കുറച്ചുകൂടി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അതിൽ നിന്നും വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ ഒത്തന്റിക് ആയി മാറും എന്നുള്ള കൂടി കാര്യം നമുക്ക് പറയാം. അപ്പൊ ഇത്രയാണ് ആ ആൻസറിൽ എഴുതേണ്ടത്. നമ്മൾ എന്താണ് ഈ പറഞ്ഞ റിപ്പോർട്ടിനെ പറ്റി കാര്യങ്ങൾ സംസാരിച്ചു, കേരളത്തിന്റെ സ്പേസ് ഒന്നുകൂടി എടുത്തു പറഞ്ഞു, അതിൽ 1-2 പോരായ്മകൾ കൂടിയും പറഞ്ഞ് നമ്മൾ ആ ഒരു ഭാഗം കൺക്ലൂഡ് ചെയ്തതിന് ശേഷം റിപ്പോർട്ടിനെ എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടിയും പറഞ്ഞുകൊണ്ട് ആൻസർ അവസാനിപ്പിക്കാമോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിന്റെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ ആൻസേഴ്സ് എഴുതിയിട്ട് കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പൊ അതിനുള്ള നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള റിപ്ലൈസും കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. വേറെ ഏതെങ്കിലും ടോപ്പിക്സിൽ സ്പെഷ്യലൈസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യകത ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി മെൻഷൻ ചെയ്യാവുന്നതാണ്. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്, താങ്ക് യു.